Welcome to my dialogues and interpretations. Dive deep with me as we explore stories and their meaning. Happy Christmas and Merry New Year. ഓക്കെ, ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് പാരവെപ്പാണ്. പാരവെപ്പ് നമുക്കൊരു ചിരി വരും പാരവെപ്പ് എന്ന് പറയുമ്പോൾ അല്ലെ. നമ്മൾ പറയും മറ്റവൻ ഭയങ്കര പാര എന്ന് പറയും അല്ലെ. നമ്മൾ നല്ലൊരു പാര പലപ്പോഴും വെക്കാറുണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വി ആർ ബ്ലൈൻഡ് ടു അവർ ഓൺ ആക്ഷൻസ് സംടൈംസ്, ബട്ട് വി ആർ വെരി ഓപ്പൺ ടു അതേഴ്സ് ആക്ഷൻസ്. മറ്റുള്ളവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യാറുള്ളത് സാധാരണയായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യം ഉദ്ദേശിക്കുന്നത് ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ലോകത്ത് എല്ലാ കാര്യത്തിലും കേട്ടോ. നമ്മൾ അത്ഭുതം തോന്നും ചിലപ്പോൾ. മനുഷ്യന്റെ ബന്ധങ്ങൾ പോലും അതുപോലെ റെഗുലേറ്റഡ് ആണ്. ആ ഒരു ഡിസൈൻ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലന്തിവല മാത്രമേ നമ്മൾ കാണുള്ളൂ. അതിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നു, വീട് മുഴുവൻ വൃത്തികേടാക്കിയെന്ന്. പക്ഷെ അവന്റെ ബ്യൂട്ടിഫുൾ ഡിസൈൻ, അതിനകത്ത് പോലും നല്ലൊരു ഡിസൈൻ ഉണ്ട് ആക്ച്വലി. നമുക്ക് കാണാനുള്ള കണ്ണ് മാത്രം മതി. ഇപ്പൊ ഞാൻ ചിലന്തിയുടെ കമ്പാരിസൺ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എവറിഥിങ് ഇസ് ടെക്നിക്കലി പെർഫെക്റ്റ്. ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആർ റെഗുലേറ്റഡ്. ഈ പാരവെപ്പ് വലിയൊരു റോള് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഫാക്ട്. എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അതെ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സഫർ ചെയ്യും. ഓക്കെ, ആ സഫറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്കെതിരെ പാരവെക്കുന്നവർക്ക് പോലും അറിയാത്ത ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, ചെയ്തു പോകുന്നതാണ്. അവർ ഹെൽപ്ലെസ് ആണ് ആക്ച്വലി. ദേ ആർ ബിക്കമിങ് ദ ഷേപ്പിംഗ് ഹാൻഡ്സ് ഓഫ് നേച്ചർ. നമ്മൾ അങ്ങനെയൊന്ന് കാണാൻ ശ്രമിച്ചാൽ നമുക്ക് എല്ലാ വിരോധങ്ങളും അപ്രത്യക്ഷമാകും. ബൈബിളിൽ നിന്നുള്ള ഒരു കൊട്ടേഷൻ ഞാനിപ്പോ ഒന്ന് കോട്ട് ചെയ്യാം. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലും ഭയങ്കര മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ എവിടെ? സ്വപ്നങ്ങളിൽ മാത്രം. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. Okay, so beautifully designed life, relationships, everything is regulated properly. നമ്മൾ ഒന്നിനെ കുറിച്ചും കംപ്ലൈന്റ് ചെയ്യേണ്ട. ജസ്റ്റ് ബി പോസിറ്റീവ്, ജസ്റ്റ് റിമെയിൻ, സറണ്ടർ ടു എവറിഥിങ്. Let the spring grow, let the rain fall and the grass will grow. റിലാക്സ്ഡ് അപ്രോച്ചാണ് എപ്പോഴും ജീവിതത്തിൽ നമുക്ക് ആവശ്യം. ആരെക്കുറിച്ചും കംപ്ലൈന്റ് ചെയ്യേണ്ടെന്ന്. ചെയ്യുന്നവരെല്ലാവരും അവരാൽ ചെയ്യുന്നതല്ല. ആക്ച്വലി അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ഫിക്ഷണലായിട്ടൊരു വിചാരമല്ല, അത് ഫാക്റ്റും കൂടെയാണ്. പീപ്പിൾ ആർ വർക്കിംഗ് അഗൻസ്റ്റ് യു ജസ്റ്റ് ബിക്കോസ് ദേ ആർ ദ ഷേപ്പിംഗ് ഹാൻഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ലൈഫ്. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. എന്നുവെച്ചാൽ എല്ലാവരും നാളെ മുതൽ പാര വെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ല, ആർബിട്രറി ആയിട്ട് ആക്ട് ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ലെറ്റ്സ് ബി കോൺഷ്യസ് അബൌട്ട് ദിസ് തിങ്. ഇപ്പൊ ഈ പാര വെക്കുന്നവരുടെ പാരവെപ്പ് പോലും ചിലപ്പോൾ അവസാനിച്ചു പോകും. കാരണം അയ്യോ, ഞാൻ ചെയ്യുന്ന പണി കൊണ്ട് അവന് പ്രയോജനം കിട്ടും എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും നിർത്തുകയും ചെയ്യും അല്ലെ. ഓക്കെ, എനിവേ, ലെറ്റ്സ് ഹാവ് എ ഹാപ്പി ന്യൂ ഇയർ. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും.